ഹരിയാനയിലെ ഫരീദാബാദിൽ നടക്കുന്ന പ്രശസ്തമായ സുരാജ്കുണ്ട് അന്താരാഷ്ട്ര കരകൗശലമേളയിൽ ശനിയാഴ്ച വൈകുന്നേരമുണ്ടായ അപകടത്തിൽ ഒരു പോലീസ് ഇൻസ്പെക്ടർ കൊല്ലപ്പെട്ടു. മേളയിലെ വലിയ ഊഞ്ഞാൽ തകർന്നു വീണാണ് അപകടമുണ്ടായത്. ഇൻസ്പെക്ടർ ജഗദീഷ് പ്രസാദാണ് മരിച്ചത്. അപകടത്തിൽ 12 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഭാരതീയ കത്തോലിക്ക മെത്രാൻ സമിതിയുടെ CBCIയുടെ പുതിയ പ്രസിഡന്റായി ഹൈദരാബാദ് ആർച്ച് ബിഷപ്പും ഇന്ത്യയിലെ ആദ്യത്തെ ദലിത് കർദിനാളുമായ പൂള അന്തോണിയെ തിരഞ്ഞെടുത്തു. ശനിയാഴ്ച നടന്ന CBCIയുടെ 37ാമത് പൊതുസമ്മേളനത്തിലാണ് ഈ ചരിത്രപരമായ തീരുമാനമുണ്ടായത്. ഇന്ത്യയിലെ ഏകദേശം 2 കോടിയോളം വരുന്ന കത്തോലിക്ക വിശ്വാസികളെ നയിക്കാനെത്തുന്ന ആദ്യ ദലിത് സഭാധ്യക്ഷനാണ് 64-കാരനായ കർദിനാൾ പൂള അന്തോണി. കേരളത്തിൽ നിന്നുള്ള ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്തായിരുന്നു ഇതിനു മുൻപ് ഈ പദവി അലങ്കരിച്ചിരുന്നത്. മേഘാലയയിലെ ഖനി അപകടത്തിൽ മരണം 27ആയി. ഇന്നലെ വൈകിട്ട് 2 മൃതദേഹങ്ങൾ കൂടി കണ്ടെത്തി. NDRF ഉൾപ്പെടെയുള്ള സംഘത്തിന്റെ തിരച്ചിൽ തുടരുകയാണ്. അപകടവുമായി ബന്ധപ്പെട്ട് 2 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. വ്യാഴാഴ്ച പുലർച്ചെയാണ് ഈസ്റ്റ് ജയന്തി ഹിൽസിൽ മയൻസംഗ് താങ്സ് മേഖലയിൽ പ്രവർത്തിച്ച ഖനിയിലാണ് അപകടമുണ്ടായത്. ഖനനത്തിനുപയോഗിച്ച ഡൈനാമൈറ്റ് പൊട്ടിത്തെറിക്കുകയായിരുന്നു എന്നാണ് റിപ്പോർട്ട്. ഖനിയിൽ ഇനിയും ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. അപകടം നടക്കുമ്പോൾ ഖനിയിലുണ്ടായിരുന്ന ആളുകളുടെ എണ്ണത്തെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ടായിരുന്നില്ല. അതുകൊണ്ടുതന്നെ എത്ര പേർ കുടുങ്ങിക്കിടക്കുന്നു എന്നതിൽ വ്യക്തതയില്ല. മരണസംഖ്യ ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് അധികൃതർ പറയുന്നത്. 12 മൃതദേഹങ്ങൾ നിലവിൽ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. തമിഴ്നാട് നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി DMK കോൺഗ്രസ് സഖ്യത്തിൽ യാതൊരുവിധ അസ്വാരസ്യങ്ങളുമില്ലെന്ന് തമിഴ്നാട് കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ K. സെൽവപെരുതകൈ വ്യക്തമാക്കി. സഖ്യം നല്ല രീതിയിലാണ് മുന്നോട്ടു പോകുന്നതെന്നും സീറ്റ് വിഭജന ചർച്ചകൾ ഫലപ്രദമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇന്നലെ തിരുച്ചിറപ്പള്ളിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് സെൽവപെരുതകൈ പാർട്ടി നിലപാട് വ്യക്തമാക്കിയത്. മണ്ഡല വിഭജനം സംബന്ധിച്ച പ്രാദേശിക നേതാക്കളുമായി വിശദമായ ചർച്ചകൾ നടത്തിക്കഴിഞ്ഞു. ശുപാർശകൾ ഹൈക്കമാൻഡിന് സമർപ്പിച്ചു. കോൺഗ്രസ് ആവശ്യപ്പെട്ട സീറ്റുകൾ DMK നൽകുമെന്ന കാര്യത്തിൽ സംശയമില്ല. തമിഴ്നാട് ഘടകത്തിന്റെ അഭിപ്രായങ്ങൾ പരിഗണിച്ച് രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖർഗെയും സീറ്റുകളുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കും, അദ്ദേഹം പറഞ്ഞു. വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി പുറത്തുവന്ന 16ാം ധനകാര്യ കമ്മീഷൻ റിപ്പോർട്ടിൽ കേരളത്തിന് കേന്ദ്ര നികുതി വിഹിതത്തിൽ ഗണ്യമായ വർധനവ്. അതേസമയം തിരഞ്ഞെടുപ്പിനൊരുങ്ങുന്ന മറ്റൊരു സംസ്ഥാനമായ പശ്ചിമബംഗാളിന് വിഹിതത്തിൽ തിരിച്ചടി നേരിട്ടു. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഫെബ്രുവരി 1 ലോക്സഭയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഈ ശുപാർശകൾ ഉള്ളത്. 15ാം ധനകാര്യ കമ്മീഷൻ കാലയളവിൽ 2021-26 കേരളത്തിന്റെ വിഹിതം 1.1925%. 16ാം ധനകാര്യ കമ്മീഷൻ ഇത് 2.382% ഉയർത്തി. ഇതിലൂടെ 2026-27 സാമ്പത്തിക വർഷത്തിൽ കേരളത്തിന് ഏകദേശം 6,975 കോടി രൂപയുടെ അധിക വരുമാനം ലഭിക്കുമെന്നാണ് കണക്കാക്കുന്നത്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രകടനവും മറ്റ് വികസന സൂചികകളും കണക്കിലെടുത്താണിത്. തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന മറ്റു സംസ്ഥാനങ്ങളിൽ തൃണമൂൽ കോൺഗ്രസ് ഭരിക്കുന്ന പശ്ചിമബംഗാളിന് വിഹിതത്തിൽ വലിയ കുറവാണുണ്ടായത്. ബംഗാളിന്റെ വിഹിതം 7.523%-ൽ നിന്ന് 7.215%-ആയി കുറഞ്ഞു. ഇതിലൂടെ വരും സാമ്പത്തിക വർഷം സംസ്ഥാനത്ത് 4,700 കോടി രൂപയുടെ കുറവുണ്ടാകും. ബംഗാളിലെ ലക്ഷ്മീർ ഭണ്ഡാർ പോലുള്ള പണക്കൈമാറ്റ പദ്ധതികൾ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ബാധ്യത വർദ്ധിപ്പിക്കുന്നുവെന്ന് കമ്മീഷൻ റിപ്പോർട്ടിൽ നിരീക്ഷിച്ചു. സബ്സിഡികൾക്ക് കൃത്യമായ കാലപരിധി നിശ്ചയിക്കണമെന്നും കമ്മീഷൻ ശുപാർശ ചെയ്തിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളായ അസമിലും തമിഴ്നാട്ടിലും വിഹിതത്തിൽ നേരിയ വർധനവുണ്ട്. അസമിൽ വിഹിതം 3.128%-ൽ നിന്ന് 3.258%-ആയി ഉയർന്നു. തമിഴ്നാട്ടിൽ വിഹിതം 4.079%-ൽ നിന്ന് 4.109%-ആയി ഉയർന്നു. അടുത്ത 5 വർഷത്തേക്ക് തദ്ദേശ സ്ഥാപനങ്ങൾക്കായി 7.19 ലക്ഷം കോടി രൂപയുടെ ഗ്രാന്റാണ് കമ്മീഷൻ ശുപാർശ ചെയ്തിരിക്കുന്നത്. ഇതിൽ കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകൾ ഉൾപ്പെടെയുള്ള ഗ്രാമീണ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് 3,308 കോടി രൂപയും നഗര തദ്ദേശ സ്ഥാപനങ്ങൾക്ക് 16,633 കോടി രൂപയും ലഭിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി മലേഷ്യയിൽ എത്തിയിരിക്കുന്നു. മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിമിന്റെ പ്രത്യേക ക്ഷണപ്രകാരം ക്വാലാലംപൂരിലെത്തിയ പ്രധാനമന്ത്രിക്ക് വിമാനത്താവളത്തിൽ ഉജ്ജ്വല സ്വാഗതമാണ് ലഭിച്ചത്. തന്റെ സുഹൃത്തായ അൻവർ ഇബ്രാഹിം നേരിട്ടെത്തി നൽകിയ സ്വാഗതത്തിൽ അത്യന്തം സന്തോഷമുണ്ടെന്ന് മോദി X എന്ന ട്വിറ്ററിൽ കുറിച്ചു. വിമാനത്താവളത്തിലെ ഔദ്യോഗിക ചടങ്ങുകൾക്ക് ശേഷം 2 നേതാക്കളും ഒരേ വാഹനത്തിലാണ് ക്വാലാലംപൂരിലെ ഇന്ത്യൻ സമുദായത്തെ അഭിസംബോധന ചെയ്യുന്ന പരിപാടിയിലേക്ക് യാത്ര തിരിച്ചത്.
പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമഗ്ര സാന്ദർഭിക പങ്കാളിത്തത്തെ കൂടുതൽ ശക്തമാക്കാനാണ് ലക്ഷ്യമിടുന്നത്. പ്രധാനമായും താഴെ പറയുന്ന മേഖലകളിൽ ചർച്ചകൾ നടക്കും. സുരക്ഷാ മേഖലയിലെ സഹകരണം വർദ്ധിപ്പിക്കുക. ഡോർണിയർ വിമാനങ്ങളുടെ വിൽപ്പന, സുഖോയ് 30 വിമാനങ്ങളുടെയും സ്കോർപിയൻ അന്തർവാഹിനികളുടെയും അറ്റകുറ്റപ്പണിയിലും ഇന്ത്യയും മലേഷ്യയും സഹകരിച്ചേക്കാം. വ്യാപാരം, ഡിജിറ്റൽ ടെക്നോളജി, പുനരുപയോഗ ഊർജ്ജം, സെമി കണ്ടക്ടർ മേഖല എന്നിവയിൽ പുതിയ കരാറുകൾ ഒപ്പിടാൻ സാധ്യതയുണ്ട്. മലേഷ്യയിലുള്ള ഏകദേശം 3 ദശലക്ഷത്തോളം വരുന്ന ഇന്ത്യൻ വംശജരുമായി പ്രധാനമന്ത്രി സംവദിക്കും. ഇരു രാജ്യങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ജീവനുള്ള ബന്ധമാണ് ഇന്ത്യൻ സമുദായമെന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചു. 2024 ഓഗസ്റ്റിൽ മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം ഇന്ത്യ സന്ദർശിച്ചതിന് പിന്നാലെയാണ് മോദിയുടെ ഈ സന്ദർശനം. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഇടക്കാല വ്യാപാര കരാറിനെ സ്വാഗതം ചെയ്തതിന് പിന്നാലെയാണ് പ്രധാനമന്ത്രി മലേഷ്യയിലേക്ക് പുറപ്പെട്ടത്. ഞായറാഴ്ച നടക്കുന്ന ഉഭകക്ഷി ചർച്ചകൾക്ക് ശേഷം അദ്ദേഹം ഇന്ത്യയിലേക്ക് മടങ്ങും. റഷ്യയിലെ ബാഷ്കർത്തോസ്താൻ റിപ്പബ്ലിക്കിലെ യൂണിവേഴ്സിറ്റി ഡോർമിറ്ററിയിൽ 4 ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് കുത്തേറ്റു. നിരോധിത നവനാസി സംഘടനയുമായി ബന്ധമുണ്ടെന്നാരോപിക്കപ്പെടുന്ന 15 വയസ്സുകാരനാണ് 4 ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 6 പേരെ ആക്രമിച്ചത്. ആക്രമി ഹോളോകോസ്റ്റിനെക്കുറിച്ച് ദേശീയ മുദ്രാവാക്യങ്ങൾ വിളിക്കുകയും ഇരകളുടെ രക്തം ഉപയോഗിച്ച് നാസി ചിഹ്നം വരയ്ക്കുകയും ചെയ്തിരുന്നു. 2 പോലീസ് ഉദ്യോഗസ്ഥർക്കും കുത്തേറ്റു. പരിക്കേറ്റ 4 പേരിൽ ഒരാളുടെ നില ഗുരുതരമാണെന്നും മറ്റു 3 പേരുടെ നില നോർമലാണെന്നും റഷ്യൻ ഫെഡറൽ ആരോഗ്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞു. പ്രമുഖ ആഗോള മാധ്യമമായ വാഷിംഗ്ടൺ പോസ്റ്റിന്റെ സിഇഒ സ്ഥാനത്ത് നിന്ന് മന്നിൽ ലൂയിസ് രാജിവെച്ചു. പത്രത്തിന്റെ 1/3 ജീവനക്കാരെ പിരിച്ചുവിട്ടതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് ശനിയാഴ്ച ഈ രാജിപ്രഖ്യാപനം നടത്തിയത്. പത്രത്തിന്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാൻ കഠിനമായ തീരുമാനങ്ങൾ എടുക്കേണ്ടി വന്നുവെന്ന് വിൽ ലൂയിസ് ജീവനക്കാരോട് പറഞ്ഞു. വാഷിംഗ്ടൺ പോസ്റ്റിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഇരുണ്ട ദിവസങ്ങളായി വിശേഷിപ്പിക്കപ്പെട്ട പിരിച്ചുവിടൽ നടപടിയാണ് കഴിഞ്ഞ ബുധനാഴ്ച നടന്നത്. എല്ലാ ഡിപ്പാർട്ട്മെന്റുകളെയും ബാധിച്ച ഈ നടപടിയിൽ പത്രത്തിലെ 1/3 ജീവനക്കാർക്കും ജോലി നഷ്ടമായി. US പ്രസിഡന്റ് സ്ഥാനാർത്ഥികളെ പരസ്യമായി പിന്തുണയ്ക്കുന്ന പതിവ് ശൈലി പത്രം മാറ്റിയതും ഒപ്പീനിയൻ പേജുകളിൽ ലിബർട്ടേറിയൻ നിലപാടുകൾക്ക് മുൻതൂക്കം നൽകിയതും ലക്ഷക്കണക്കിന് വായനക്കാരുടെ കൊഴിഞ്ഞുപോക്കിന് കാരണമായിരുന്നു. മുൻ എക്സിക്യൂട്ടീവ് എഡിറ്റർ സാലി ബുസ്ബിയുമായുള്ള അഭിപ്രായ വ്യത്യാസവും ബ്രിട്ടീഷ് മാധ്യമ വിവരകൻ റോബർട്ട് വിനറ്റിനെ നിയമിക്കാനുള്ള വിവാദ നീക്കവും ലൂയിസിന്റെ പദവി നേരത്തെ തന്നെ പ്രതിസന്ധിയിലാക്കിയിരുന്നു. വാഷിംഗ്ടൺ പോസ്റ്റ് ഉടമ ജെഫ് ബെസോസ് ഈ മാറ്റങ്ങളെ അസാധാരണ അവസരമെന്നാണ് വിശേഷിപ്പിച്ചത്. നിലവിലെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ ജെഫ് ഡി ഒനോഫ്രിയോയെ ആക്ടിംഗ് സിഇഒ ആയി നിയമിച്ചു. പാകിസ്ഥാൻ തലസ്ഥാനം ഇസ്ലാമാബാദിലെ ഷിയ മുസ്ലിം പള്ളിയിൽ നടന്ന ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഇസ്ലാമിക് സ്റ്റേറ്റ് ഏറ്റെടുത്തു. ടെലിഗ്രാം ചാനലിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചത്. വെള്ളിയാഴ്ച പള്ളിയിൽ പ്രാർത്ഥനയ്ക്കിടയിലുണ്ടായ ഒരു ചാവേർ ബോംബ് സ്ഫോടനത്തിൽ കുറഞ്ഞത് 31 പേർക്ക് കൊല്ലപ്പെടുകയും 170ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തെന്ന് പോലീസും സർക്കാർ ഉദ്യോഗസ്ഥരും അറിയിച്ചു. ഷെഖ്സാദ് ടൗണിലെ തെർലായി ഇമാംബർഗയിലാണ് ജുമാ നമസ്കാരത്തിനിടെ സ്ഫോടനമുണ്ടായത്. പരിക്കേറ്റവരെ പോലീസ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും ചേർന്ന് സമീപസ്ഥ ആശുപത്രികളിലേക്ക് കൊണ്ടുപോകുന്നതിന്റെ ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിലടക്കം പ്രചരിക്കുന്നുണ്ട്. മലേഷ്യയിൽ ഒരു ഇന്ത്യൻ കോൺസുലേറ്റ് കൂടി തുറക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. 2 ദിവസത്തെ സന്ദർശനത്തിനായി മലേഷ്യയിലെത്തിയ മോദിയെ വിമാനത്താവളത്തിൽ മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം നേരിട്ട് സ്വാഗതം ചെയ്തു. ഇന്ത്യൻ സമുദായം പ്രധാനമന്ത്രിക്ക് നൽകിയ സ്വാഗത ചടങ്ങിലും അൻവർ ഇബ്രാഹിം പങ്കെടുത്തു. മോദിക്ക് മലേഷ്യയുടെ ആചാരപരമായ വരവേൽപ്പും നൽകും. മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിമിന്റെ ഓഫീസിലാകും വരവേൽപ്പ് നൽകുക. പ്രധാനമന്ത്രി മോദി 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി മലേഷ്യയിൽ എത്തിയിരിക്കുന്നു. മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിമിന്റെ പ്രത്യേക ക്ഷണപ്രകാരം ക്വാലാലംപൂരിലെത്തിയ പ്രധാനമന്ത്രിക്ക് വിമാനത്താവളത്തിൽ ഉജ്ജ്വല സ്വാഗതമാണ് ലഭിച്ചത്. തന്റെ സുഹൃത്തായ അൻവർ ഇബ്രാഹിം നേരിട്ടെത്തി നൽകിയ സ്വാഗതത്തിൽ അത്യന്തം സന്തോഷമുണ്ടെന്ന് മോദി എക്സ് എന്ന ട്വിറ്ററിൽ കുറിച്ചു. വിമാനത്താവളത്തിലെ ഔദ്യോഗിക ചടങ്ങുകൾക്ക് ശേഷം 2 നേതാക്കളും ഒരേ വാഹനത്തിലാണ് ക്വാലാലംപൂരിലെ ഇന്ത്യൻ സമുദായത്തെ അഭിസംബോധന ചെയ്യുന്ന പരിപാടിയിലേക്ക് യാത്ര തിരിച്ചത്. പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമഗ്ര സാന്ദർഭിക പങ്കാളിത്തത്തെ കൂടുതൽ ശക്തമാക്കാനാണ് ലക്ഷ്യമിടുന്നത്. പ്രധാനമായും താഴെ പറയുന്ന മേഖലകളിൽ ചർച്ചകൾ നടക്കും. സുരക്ഷാ മേഖലയിലെ സഹകരണം വർദ്ധിപ്പിക്കുക. ഡോർണിയർ വിമാനങ്ങളുടെ വിൽപ്പന, സുഖോയ് 30 വിമാനങ്ങളുടെയും സ്കോർപിയൻ അന്തർവാഹിനികളുടെയും അറ്റകുറ്റപ്പണിയിലും ഇന്ത്യയും മലേഷ്യയും സഹകരിച്ചേക്കാം. വ്യാപാരം, ഡിജിറ്റൽ ടെക്നോളജി, പുനരുപയോഗ ഊർജ്ജം, സെമി കണ്ടക്ടർ മേഖല എന്നിവയിൽ പുതിയ കരാറുകൾ ഒപ്പിടാൻ സാധ്യതയുണ്ട്. 21 അഗസ്റ്റിന് മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം ഇന്ത്യ സന്ദർശിച്ചതിനു പിന്നാലെയാണ് മോദിയുടെ ഈ സന്ദർശനം. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഇടക്കാല വ്യാപാര കരാറിനെ സ്വാഗതം ചെയ്തതിനു പിന്നാലെയാണ് പ്രധാനമന്ത്രി മലേഷ്യയിലേക്ക് പുറപ്പെട്ടത്. ഞായറാഴ്ച നടക്കുന്ന ഉഭകക്ഷി ചർച്ചകൾക്ക് ശേഷം അദ്ദേഹം ഇന്ത്യയിലേക്ക് മടങ്ങും.